അലാറം ഇങ്ങനെ അടിക്കുന്നുണ്ട്. രണ്ടുപേർക്ക് എണീക്കുന്ന യാതൊരു കൂട്ടുമില്ല. ചിഞ്ചു ചിഞ്ചു ഓണപരിപാടി ഇതിനൊക്കെ കഴിഞ്ഞപ്പോ രണ്ടാളും തളർന്ന് കിടക്കാന്നാ തോന്നുന്നേ. പരിപാടിയുടെ ഹാങ് ഓവർ ഇപ്പോഴും വിട്ടിട്ടില്ലെന്നാ തോന്നുന്നേ. കിടന്നുറങ്ങുന്നുണ്ടില്ലേ? ചിഞ്ചു ദേവു ഒന്ന് എണീറ്റേ. എന്താ അമ്മ, കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ. നേരം 9 മണിയാവാറായി. ഇനി എപ്പോഴാണ് സ്കൂളിലോട്ട് പോണേ? 9 മണിയല്ലേ ആയുള്ളൂ. അമ്മ 9:30 വിളിക്കേ. ചിഞ്ചു എന്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ട, എണീച്ചോ. കളിയും ചിരിയൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എക്സാം പേപ്പർ കിട്ടുമായിരിക്കും. ഈ ഉറക്കമൊക്കെ ഞാൻ അപ്പൊ കാണിച്ചു തരാം. രണ്ടാക്കും ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, സ്കൂൾ അടച്ചു തുറന്നാ എക്സാം പേപ്പർ കിട്ടുന്ന മിസ് പറഞ്ഞിരുന്നല്ലോ. എന്റെ ദൈവമേ, അപ്പൊ ഇന്നായിരിക്കും പേപ്പറൊക്കെ കിട്ടുന്നത്. ദേവു ദേവു എന്താ ചിഞ്ചു? നോക്ക്, ഇന്ന് തിങ്കളാഴ്ചയല്ലേ, ഇന്ന് പേപ്പർ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അയ്യോ, പേപ്പറോ? എന്റെ ദൈവമേ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു. ഇനി അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി പേപ്പർ കിട്ടുമ്പോ ചെയ്യാനുള്ളതൊക്കെ നോക്കിക്കോ. അത് കഴിഞ്ഞിട്ട് ഒരു പാരന്റ്സ് മീറ്റും കാണും. അയ്യോ, ആലോചിച്ചിട്ട് എന്റെ തല കറങ്ങുന്നു. അമ്മ ദേ കുറെ നേരമായിട്ട് വന്ന് വിളിക്കുന്നു. വേഗം വാ. ശരി, നീ നടക്ക്. പാട്ടും പാടി ഇരിക്കുന്നേ. എനിക്ക് സ്കൂളിൽ പോവാൻ നേരം വൈകുന്നുണ്ട്. ഞാനിപ്പോ കേറിയതേ ഉള്ളൂ. നീ അവിടെ കുറച്ചു നേരം നിക്ക്. ഒന്ന് വേഗം ഇറങ്ങേ, എനിക്ക് സമയം പോകുന്നു. ഇന്നലത്തെ മുരിങ്ങയിനെ പറ്റിയില്ല എന്നാ തോന്നുന്നേ. വയറിന് ഭയങ്കര വേദന. എടാ ഒന്ന് വേഗം ഇറങ്ങേ ടുട്ടു, വേഗം ഇറങ്ങേ. ഇവളമാരെ കൊണ്ട് എന്തൊരു ശല്യമാ. മനുഷ്യനൊന്ന് സമാധാനമായിട്ട് കപ്പിടാനും സമ്മതിക്കില്ല. ഇപ്പഴൊന്ന് സമാധാനായി. പൊന്നു ടുട്ടു, നീ ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുമോ? ശരിയാ, എന്തൊക്കെയാ ശബ്ദങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നേ. ഒന്ന് പോയേ. മാറി നിൽക്ക്, ഞാൻ വേഗം കടക്കട്ടെ. എന്റെ അമ്മച്ചി, എന്തൊരു നാറ്റമാടാ ഇത്. എനിക്ക് ഇവിടെ സ്മെല്ലിൽ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് പോക്കൂടെ? പിന്നെ നീ വല്ല സ്വർണ്ണക്കട്ടയല്ലേ ഇടുന്നേ? ഒന്ന് പോടി. ചിഞ്ചു, നിനക്കൊരു ടെൻഷനും ഇല്ലല്ലോ. നീ എക്സാമിന് നല്ലോണം എഴുതിയിട്ടുണ്ടല്ലേ. എന്റെ പൊന്നു മോളെ, ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഏതായാലും നമ്മൾ എഴുതിയിട്ടുള്ള മാർക്കല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് ശരിയാ. അപ്പൊ പിന്നെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? എന്നാലും എനിക്കെന്തോ ഒരെന്നാലും ഇല്ല. നീ സീറ്റിൽ പോയിരിക്കും. ശരി. ചിഞ്ചു, ആമി ഇന്ന് ലീവാണോ? അവള് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ, അവൾ ഇന്നലെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇന്ന് വരുന്നാ പറഞ്ഞേ. അവളെ ഉപ്പാന്റെ കൂടെ ഒന്ന് വരുന്നേ പറഞ്ഞിരുന്നു. അതുകൊണ്ടാ നമ്മുടെ കൂടെ പോരാഞ്ഞേ. എന്നാ അതാവും. അബൂന് ഇന്ന് കാണാനില്ലല്ലോ. ഓനെടുക്ക പോയി? ഈ രണ്ടാളും കൂടി ഒളിച്ചോട്ടിട്ട് പോയാ? അങ്ങനെ വരാൻ വയ്യില്ല. ആ മണ്ടനബുന്റെ പേരിൽ ആമിന് പോകില്ല. കുറച്ച് നേരത്തായില്ലേ? എഴുന്നള്ളിയോ? ഇത് ഞാൻ വന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് സീറ്റ് എടുക്കാന്ന് കരുതി സന്തോഷിച്ചിരിക്കല്ലേ. പിന്നെ ഇജ്ജ് വന്നില്ല ചേച്ചിക്കണ പഠിപ്പി സുമേഷ് എന്തായാലും വരും. അബു, നീ ആമിനെ കണ്ടോ? ആമിനൊന്നും വന്നിട്ടില്ലേ? ഓൾ എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ വരൂലാന്ന്. ഞാനേ ആ ബൈക്കിൽ കുറെ ഓളെ കാത്തു നിന്നേ. ഓളെ കണ്ടില്ല. അപ്പൊ പിന്നെ ഞാനിങ്ങോട്ട് പോന്നതാ. ആമി വരാതിരിക്കില്ല. ഇന്ന് പേപ്പർ കിട്ടൂലേ? മണ്ടനിപ്പഴേ ആമിനയുടെ പിറകെ നടക്കുക. ഇവന് എന്തിന്റെ കേടാണാവോ? നിങ്ങളെല്ലാരും നേരത്തെ എത്തിയാ? ഞങ്ങളെല്ലാരും പേപ്പർ കിട്ടൂലേ, അപ്പൊ നേരത്തെ പോന്നതാ. എന്റെ റബ്ബേ, ഇന്നാണ് പേപ്പർ കിട്ടണത്. എന്തേ ഇജ്ജ് അറിഞ്ഞിട്ടില്ലേനാ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വരുന്ന എനിക്ക് തോന്നുന്നുണ്ടാ? അത് ശരി, അപ്പൊ അറിയാതെ വന്നതാണല്ലേ? പിന്നല്ലാതെ. പേപ്പർ കൊടുക്കണ അന്നേനെ വന്നിട്ടുണ്ടെങ്കിലേ ടീച്ചർമാർക്ക് കുറച്ച് ചൂടേറെ കയറാം. പിന്നെ പിറ്റേന്ന് പേപ്പർ വാങ്ങുമ്പോ പിന്നെ അത്ര ഇങ്ങോട്ട് ചൂടുണ്ടാവില്ല. ഇത് ശരി, അത് എന്റെ ഫിലോസഫി ആണല്ലോ. പിങ്കി, നിനക്കെന്താ ഒരു ടെൻഷനും ഇല്ലാത്തെ? എനിക്കെന്തിനാ ടെൻഷൻ? ഞാൻ എല്ലാത്തിനെയും ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്തതാ. അത് ശരി. എനിക്ക് എന്തായാലും ഫുൾ മാർക്ക് ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാ. പേപ്പർ കിട്ടുമ്പോ കാണാം. പേപ്പർ കിട്ടുമ്പോ എന്ത് കാണാൻ? ഈ പിങ്കിക്ക് എന്തായാലും ഫുൾ മാർക്ക് ഉറപ്പാ. എന്നിട്ട് എന്തേ കഴിഞ്ഞ പരീക്ഷയ്ക്കും ഇതുപോലെ പറഞ്ഞിട്ട് മുട്ട കിട്ടിയേ? അത് പിന്നെ ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് ഹെഡേക്ക് ആയിരുന്നെന്ന്. അത് ഞാൻ കുറെ കേട്ടതാ. ഒരു എക്സാമിന് തലവേദന, ഒരു എക്സാമിന് വയറുവേദന. ഇനിയിപ്പോ ഈ എക്സാമിന് എന്താണാവോ? ചാരു, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. നീ കുറെ ദിവസമായിട്ട് എന്നോട് ഉടക്കാൻ നിൽക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതൊക്കെ എന്റെ മമ്മിയോട് പറയും. നീ അങ്ങ് പറഞ്ഞേക്ക്. എനിക്കുണ്ട് മമ്മിയൊക്കെ. എന്റെ മമ്മി മീറ്റിങ്ങിന് വരുമ്പോൾ ഞാൻ നിന്നെ എന്തായാലും പറഞ്ഞു കൊടുക്കും. ഞാനും പറഞ്ഞു കൊടുക്കും. എന്റെ ദൈവമേ, നിങ്ങൾ രണ്ടാമത് എന്തിനുള്ള പുറപ്പാടാ? കുറെ നേരമല്ല രണ്ടും കൂടി തുടങ്ങിയിട്ട്. ഒന്ന് നിർത്തുവോ? ചാരു, നീ ഒന്ന് നിർത്തിക്കേ. ആദ്യം അവളെ നിർത്തട്ടെ, അപ്പൊ ഞാൻ നിർത്താം. എങ്കിൽ നീ ഒന്ന് മിണ്ടാതിരിക്കേ. പിന്നെ അവളെ പറഞ്ഞത് കേട്ടോണ്ടിരിക്കാൻ ഞാനാരാ? അവള് വലിയ പഠിപ്പിയാണ് അവളെ വിചാരം. എനിക്ക് അങ്ങനെയുള്ള വിചാരമൊന്നുമില്ല. നിനക്ക് തന്നെയാ. ഞാൻ ഇവിടുന്ന് പോവാ. നിങ്ങൾ രണ്ടാളെ കൂടെ ഇരിക്കാൻ എനിക്ക് വയ്യ. മിസ് വരുന്നു. ഗുഡ് മോർണിംഗ് മിസ്. പേപ്പർ ഇല്ലെന്നാ തോന്നുന്നേ. സൈലൻസ്. എന്താ എല്ലാവരും ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? ക്ലാസ്സിൽ ശബ്ദം ഉണ്ടാക്കരുതെന്ന് നിങ്ങൾക്കാർക്കും പറഞ്ഞു തന്നിട്ടില്ല ആരും? എന്തായിരുന്നു പിറുപിറുക്കുന്നേ? എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചോ. എന്റെ അടുത്ത് പേപ്പർ ഉണ്ടോന്ന് നോക്കുന്നതായിരിക്കും അല്ലേ? ഇതാ നിങ്ങളുടെ പേപ്പർ. എന്റെ ദൈവമേ, എല്ലാവർക്കും സമാധാനായോ? ഇപ്പൊ ശരിക്കും സമാധാനായി. എന്താ ഒരു ബഹള ക്ലാസ്സിലെ? നിങ്ങളെ ബഹളം കണ്ടാ തോന്നും ഫുൾ മാർക്കാ എല്ലാവർക്കും. ഇതിലേ ഒന്നുമില്ല. എന്റെ പൊന്നു മക്കളെ, ഞാൻ ഇത്രയും കാലം ഒരുപാട് പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരു പിള്ളേര് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഇതെല്ലാ ടീച്ചർമാരും പറയുന്ന ഡയലോഗ് തന്നെയല്ലേ? എന്തൊക്കെയാ ഈ പേപ്പറിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചിരിക്കുന്നേ? ഒന്ന് നോക്കിക്കേ. അതിനൊക്കെയാ 7 B ക്ലാസ്. എന്തോ ഒരു നല്ല കുട്ടികളാണ്. ആ കുട്ടികളുടെയൊക്കെ പേപ്പർ കണ്ട് പഠിക്കണം. നിങ്ങൾ ഒന്ന് വാങ്ങിച്ചു നോക്കൂ. ഞാൻ ഇതൊക്കെയാണ് മക്കളെ നിങ്ങൾ ഇത്രയും ദിവസം പഠിപ്പിച്ചിരുന്നേ. എനിക്ക് തന്നെ സങ്കടം വരുന്നുണ്ട്. എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഒരൊറ്റെണ്ണത്തിന്റെ പേപ്പറിൽ ഒന്നുമില്ല. സുമേഷ് എവിടെ? അവൻ വന്നിട്ടില്ലേ?
അവനൊന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. സാധാരണ അവൻ ലേറ്റ് ആവാറില്ലല്ലോ, ഇന്ന് എന്ത് പറ്റി? നിങ്ങളാരും ഒന്ന് അന്വേഷിച്ചു നോക്കിയില്ലേ? അതിനവൻ ഒരൊറ്റ ദിവസം ലീവ് ആവാറില്ലല്ലോ മിസ്സേ. അത് ശരിയാ, അപ്പൊ പിന്നെ ഞങ്ങളാരും അന്വേഷിച്ചിട്ടില്ല. ആ പയ്യൻ ലീവ് ആവുകയാണെങ്കിൽ എന്തായാലും ഓഫീസിലോട്ട് വിളിച്ച് പറയാറുണ്ട്. ആ സുമേഷ്, നീ എത്തിയോ? ഇന്നെന്തേ ലേറ്റായി? അത് പിന്നെ ഞാൻ ഹൃത്തിക്കിനെ കാത്തു നിന്നതായിരുന്നു. എന്തിന്? അവന്റെ അമ്മ പറഞ്ഞിരുന്നു ഞാൻ പോകുമ്പോ അവനെ വിളിക്കാൻ. എന്റെ പൊന്നു മോനെ, ഇവന്റെ ഒക്കെ ഒപ്പം നടന്ന നീ കൂടി വഷളാവല്ലേ? രണ്ടാളും പോയി സീറ്റ് പോയിരിക്കേ. എന്താ പിങ്കി, സുഖല്ലേ? നീ ഒന്ന് പോയടാ. എന്താ അവളുടെ ജാട? ഞാൻ പേര് വിളിക്കും, ഓരോരുത്തരായിട്ട് എണീറ്റ് നിന്നോണം. എല്ലാവരുടെയും മാർക്ക് ഞാൻ ഇവിടെ പറയും. പ്ലീസ് മാം. അത് വേണ്ട. അതെ മാം, ആരുടെയും മാർക്ക് പറയണ്ട. ഓഹോ, അതൊക്കെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അപ്പൊ ഇവിടെ ആരപ്പോ ടീച്ചർ, ഞാനോ അതോ നിങ്ങളോ? ചിഞ്ചു 40 ഔട്ട് ഓഫ് 50. എനിക്ക് 40 ഒക്കെ ഉണ്ടോ? അത്രയ്ക്ക് അങ്ങോട്ട് ചിരിക്കാനൊന്നുമില്ല. ബാക്കി 10 മാർക്ക് എവിടെ പോയി? ഇതോട് മുങ്ങി കാണും അല്ല പത്താ. അബു എന്തേലും പറഞ്ഞോ? ഇല്ല മിസ്. ചിഞ്ചു, ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. നിനക്ക് എസ്സേ റൈറ്റിംഗിലാണ് കുറച്ച് മാർക്കൊക്കെ പോയത്. വായനശീലം ഇല്ലാത്തതുകൊണ്ടുള്ള മെയിൻ പ്രശ്നമാണത്. ഓക്കെ മിസ്. ആമിന 45. ആമി, നിനക്ക് 45 ഉണ്ടല്ലോ. 45 ഉള്ളു എനിക്ക്. നല്ലോണം എഴുതിയതേനല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് 45 ആയി? ആമിന എസ്സേ ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി അടുത്ത പ്രാവശ്യം കറക്റ്റ് ചെയ്ത് പോകണം. ഓക്കെ? ഓക്കെ മിസ്. ചാരു 25 മാർക്ക്. എന്താ ചാരു ഇത്? ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാറില്ല. അതിന്റെ കോണം കാണുന്നുണ്ടല്ലോ. നിങ്ങളൊക്കെ എന്തിനാ വെറുതെ സ്കൂളിലോട്ട് വരുന്നേ? എന്തായിരുന്നു അവളുടെ അഹങ്കാരം, കണ്ടില്ലപ്പോ? അധികം പറയണ്ട, നിന്റെ പേപ്പർ അടുത്തത്. ചാരു, ഗ്യാങ് കൂടലൊക്കെ സ്കൂളിന് പുറത്ത്. ഇവിടെ ഇരുന്ന് ഗ്യാങ് കൂടിയാലേ എക്സാമിന് ഇതുപോലെ ഇരിക്കും. നെക്സ്റ്റ് പിങ്കി. പിങ്കിക്ക് പിന്നെ മാർക്ക് പറയേണ്ട കാര്യമില്ല. എന്താ മിസ്, എനിക്ക് 50 മാർക്ക് ഉണ്ടാവില്ലേ? ഓ പിന്നല്ലാതെ, 50-ൽ 15. അതെങ്ങനെ? അതെങ്ങനെയാന്ന് എന്നോടാണ് ചോദിക്കുന്നത്? എക്സാം ഹാളിൽ ഇരുന്നിട്ടേ കോപ്രായം കാണിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഒന്നുകൂടി നോക്കിക്കേ, എനിക്ക് 15 ആവില്ല, 50 ആയിരിക്കും. എന്റെ പൊന്നു പിങ്കി, ഞാനേ 10-35 വർഷമായി പേപ്പർ നോക്കുന്നു. നീ എന്നെ പഠിപ്പിക്കല്ലേ? അയ്യോ, എന്റെ മമ്മി ഇതറിഞ്ഞ. എനിക്ക് നിന്റെ മമ്മി അറിഞ്ഞാലും വേണ്ടില്ല, ഡാഡി അറിഞ്ഞാലും വേണ്ടില്ല. അടുത്ത എക്സാമിന് ഇത്ര മാർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ ഇരുത്തില്ല. റീനു, എനിക്കിപ്പോഴേ ഒന്ന് സമാധാനായി. ഓടി ശവത്തി കുത്താതെ. റീനു 40. 40 ഇവക്കോ? താങ്ക് യു മിസ്. ഏതായാലും ഇവരെ രണ്ടുപേരെ ഇടയിൽ ഇരുന്നിട്ട് ഇത്രയും മാർക്ക് വാങ്ങാന്ന് പറഞ്ഞാൽ അത് കുറച്ച് നല്ല കാര്യം തന്നെയാ. എന്നാലും അത് 40 ആവില്ല, 4 എന്നാവും മിസ്സേ. വിഷ്ണു 30 മാർക്സ്. എനിക്ക് 30ഓ? ഇതെങ്ങനെ സംഭവിച്ചു? വിഷ്ണു, കഴിഞ്ഞ പരീക്ഷയ്ക്ക് 10 മാർക്കല്ലായിരുന്നോ? അപ്പൊ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ട്. ഇനി ഇതുപോലെ ഒന്നും മുന്നോട്ട് പോയാൽ നിനക്ക് കൊള്ളാം. ഇനിയാണ് നമ്മുടെ കഥാനായകന്മാരുടെ വരവ്. മോനെ അബു, ഒന്ന് എണീറ്റേ. എത്ര മിസ്സേ, മാർക്ക് കുറച്ച് ഏറണ്ടാ? ഓ പിന്നല്ലാതെ, ഈ പേപ്പറിലൊന്നും നിന്റെ മാർക്ക് കൊള്ളത്തില്ല. നീയേ ഒരു സഞ്ചി എടുത്തോ. എന്തിന്? കൊറേ മുട്ട ഉണ്ടാവും കൊണ്ടുപോവാൻ, അതായിരിക്കും. 1 മാർക്ക്. അത്ര കണ്ടാ എന്ന് വിളിക്കുന്നത് കണ്ടില്ലേ? നീയേ ആ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനും 50 തവണ ഇമ്പോസിഷൻ എഴുതി കൊണ്ടുവരണം. 50 കേട്ടോ, തല്ല് മതിയായിരുന്നു എനിക്ക്. അടി കിട്ടി നിനക്കിപ്പോ തയമ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടേ ഇനി അത് നടക്കില്ല. ഓക്കെ, എഴുതി അങ്ങ് പഠിക്ക്. മിസ്സേ, ഫോട്ടോ കോപ്പി എടുത്താ പറ്റുമോ? അബു, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. സുമേഷ് 49 മാർക്സ്. 49 ഇന്നാലും മിസ്സേ, ഇന്റെ 1 മാർക്ക് എവിടെ പോയി? എന്റെ 1 മാർക്ക് വേറെ ഓടിയും പോയിട്ടില്ല, ഇന്റെ അടുത്തുണ്ട്. ഞാനൊക്കെ കറക്റ്റ് എഴുതിയതായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇപ്പത്? ഓനക്കിപ്പോ 1 മാർക്ക് പോയൊരു വേദന. ഈ ചാക 1 മാർക്കാ കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ചെഴുതുന്നതിന്റെ ബുദ്ധിമുട്ടേ നിനക്ക് അറിയാത്തോണ്ടാ. ഋത്തിക്, ഇന്ന മോനെ നിന്റെ പേപ്പർ നീ പിടിച്ചോ, എന്നിട്ട് വീട്ടിൽ പോയിരുന്നു. പൊന്നു മോനെ, ഒരു വല ഇട്ട് വിരിച്ചാൽ പോലും ഇതിന്ന് 1 മാർക്ക് പോലും കിട്ടാനില്ല. അതുകൊണ്ടേ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. താങ്ക് യു മിസ്. ഇനി നമ്മളെ എല്ലാവരെയും നെട്ടിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലെ പുതുതായിട്ട് വന്ന ഒരാള്. അയ്യോ, എനിക്ക് തീരെ മാർക്കില്ലെന്നാ തോന്നുന്നേ. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ ഈ കുട്ടി എന്നെ നെട്ടിച്ചു കളഞ്ഞു. ദേവു 50-ൽ 50 മാർക്ക്. ദേവു, നിനക്കോ 50 മാർക്കോ? അമ്പടി കള്ളി, നീയല്ലേ എന്നോട് പറഞ്ഞ ഒന്നും പഠിച്ചിട്ടില്ലാന്നൊക്കെ? വെറുതെ കള്ളം പറഞ്ഞതായിരുന്നല്ലേ? നിങ്ങളൊക്കെ ഇവളെ കണ്ടു പഠിക്കണം. ഇത്രയും നാൾ സ്കൂളിൽ പോവാതെ ആ കുട്ടിക്ക് ഇത്രയും മാർക്ക് നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ എന്താണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ? നിങ്ങളൊക്കെ ഡെയിലി ഇവിടെ വരുന്നുണ്ടല്ലോ. എന്നാലും ദേവോ, എന്നോട് ചതി വേണ്ടായിരുന്നു. ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഒന്നും അറിയില്ലെന്നല്ലേ ചിന്നോട് പറഞ്ഞത്? എന്റെ പൊന്നാമി, എനിക്ക് എങ്ങനെ ഇത് കിട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതെല്ലാ പഠിപ്പിയാളും പറയണത് തന്നെയാണ്. എക്സാം കഴിഞ്ഞാണ്ട് പറയും ഞാനൊന്നും എഴുതിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ലാന്ന്. പേപ്പർ വരുമ്പോൾ അങ്ങോട്ട് കാണാം. അത് ശരി, ആമി പറഞ്ഞ്. അപ്പൊ എല്ലാവർക്കും പേപ്പറൊക്കെ കിട്ടിയല്ലോ. ഇനി ആർക്കും കിട്ടാത്തതൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് വെനസ്ഡേ പാരന്റ്സ് മീറ്റ് ആണ്. ആരും ഒരു ഒഴിവുകേടും പറയണ്ട. എല്ലാവരുടെ പാരന്റ്സും നിർബന്ധമായിട്ടും എത്തിച്ചേരേണ്ടതാണ്. എന്റെ അച്ഛന് വരാൻ പറ്റില്ല. അതോർത്ത് നീ പേടിക്കണ്ട. നിന്റെ അച്ഛനോട് പറയുന്ന കാര്യം ഞാൻ ഏറ്റു. ആരും മറക്കണ്ട, നെക്സ്റ്റ് വെനസ്ഡേ. പേപ്പറിൽ വല്ല സംശയമുള്ളവർക്ക് സ്റ്റാഫ് റൂമിൽ വന്ന് ചോദിക്കാം കേട്ടോ. എന്താ സുമേഷ്, മുഖത്തൊരു സങ്കടം? ഒന്നുമില്ല, അടുത്ത പരീക്ഷയ്ക്ക് നോക്കാന്നേ. ശരി.